ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 195 നല്ല വിശ്വാസികൾ. ഭാഗം 195 നല്ല വിശ്വാസികൾ ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരി ഹൈസ്കൂളിൽ ജോൺ എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. ഗുരുഭക്തനായിരുന്ന അദ്ദേഹം ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം കുട്ടികളെ ബൈബിൾ കൂടി പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം ജർമ്മനിയിൽ നിന്ന് 4-5 സായിപ്പന്മാർ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. അവരെല്ലാം ക്രിസ്തുമത പുരോഹിതന്മാരായിരുന്നു. അവർ വളരെ ആദരവോടെ ഗുരുദേവനെ വണങ്ങി. എല്ലാവരും ഇരിക്കുവാൻ ഗുരുദേവൻ ആംഗ്യഭാഷയിലൂടെ അറിയിച്ചു. അല്പനേരത്തിനുള്ളിൽ ആ പാതിരിമാർ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുവാൻ തുടങ്ങി. ജോൺ ആയിരുന്നു ദ്വിഭാഷി. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നത്? ഒരു സായിപ്പ്: യേശുക്രിസ്തു മനുഷ്യരുടെ പാപമോചനത്തിനായി ജനിച്ചു എന്നുള്ളതിൽ വിശ്വസിക്കണം. ഗുരുദേവൻ: അപ്പോൾ യേശു ജനിച്ചതോടെ മനുഷ്യരുടെ പാപമെല്ലാം പോയിരിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും പാപവിമോചനം അപ്പോൾ തന്നെ കഴിഞ്ഞു. സായിപ്പ്: അതെ എന്ന് പറഞ്ഞു സന്തോഷപൂർവ്വം തലകുലുക്കി. ഗുരുദേവൻ: ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ക്രിസ്ത്യാനി ആയാലും ആയില്ലെങ്കിലും അപ്പോൾ മോക്ഷം കിട്ടിക്കഴിഞ്ഞു. സായിപ്പ്: അങ്ങനെയല്ല, ക്രിസ്തുവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം ചെയ്യാത്തവരുടെ പാപം നീങ്ങിയിട്ടില്ല. ഗുരുദേവൻ: അപ്പോൾ നിങ്ങൾ പറയുന്നത് ക്രിസ്തു ജനിച്ചതുകൊണ്ട് മനുഷ്യരിൽ കുറച്ചു പേർക്ക് മാത്രം മോക്ഷം കിട്ടിയെന്നാണോ? അപ്പോൾ സായിപ്പന്മാർ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തി. അതിനുശേഷം മറ്റൊരു സായിപ്പ് പറഞ്ഞു, അങ്ങനെയല്ല, ക്രിസ്തു ജനിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അതൊരു മൂലതത്വമാണ്. ഗുരുദേവൻ ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ജോണിനെ നോക്കി ചോദിച്ചു, ബാക്കി ഒരുത്തരും ഇല്ലയോ? ബാക്കി ഒരു ഉത്തരം ഇല്ലയോ? സായിപ്പ്: ഇല്ല. ഗുരുദേവൻ: അപ്പോൾ എല്ലാവരും പണ്ടേ തന്നെ രക്ഷിക്കപ്പെട്ടുവല്ലോ. ഇനി വിശ്വസിച്ചിട്ട് വേണ്ടല്ലോ രക്ഷപ്പെടുവാൻ. സായിപ്പ്: അങ്ങനെയല്ല, വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. ഗുരുദേവൻ: യേശുവിൻ്റെ ജനനം കൊണ്ട് ഇപ്പോൾ വിശ്വസിക്കാനുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരാണ് രക്ഷിക്കപ്പെട്ടത്. എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയാണോ? സായിപ്പ്: അങ്ങനെയല്ല, യേശുവിൻ്റെ പിറവി കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അതെല്ലാം കേട്ടിട്ട് ഗുരുദേവൻ അവിടെ നിന്നിരുന്ന ഭക്തന്മാരെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, കണ്ടോ, നല്ല വിശ്വാസം. വിശ്വാസം ഇങ്ങനെ വേണം. നമ്മുടെ ഇടയിൽ ഇങ്ങനെ വിശ്വാസമുള്ളവർ ഇല്ല. നല്ല വിശ്വാസികൾ. ജോൺ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി പറഞ്ഞത് കേട്ട് സായിപ്പന്മാർ ഉറക്കെ ചിരിച്ചു. മടങ്ങുവാൻ നേരത്ത് അവർ ഗുരുദേവനെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് വയസ്സായല്ലോ, ഇനി സഞ്ചരിക്കാൻ പ്രയാസമാണ്. നാം ഇപ്പോൾ പറഞ്ഞത് അവിടെയുള്ള മറ്റുള്ളവരോടും പറഞ്ഞാൽ മതി. അത് നാം അവിടെ വന്നതിന് തുല്യമാണ്. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ, അറിവിന്നമൃതായി അദ്വൈത മന്ത്രങ്ങൾ ആലപിച്ചെത്തിയ പൂങ്കുയിലേ, ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 195 നല്ല വിശ്വാസികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.